വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം 11 സർഗം മിഥ്യാപുരുഷോപാഖ്യാനം നിർവാണപ്രകരണം 11 സർഗം പേജ് 392 ഓഡിയോ ബുക്ക് തുടരുന്നു. വസിഷ്ഠൻ പറഞ്ഞു, രാമ, രണ്ടെന്നും ഒന്നെന്നുമുള്ള സാപേക്ഷ ഭാവങ്ങൾ അസത്യമാണ്. രണ്ടും ഉപേക്ഷിച്ചാൽ പിന്നെ എന്ത് ശേഷിക്കുമോ അതായി ഭവിച്ച് സുഖമായി നിലകൊള്ളൂ. മിഥ്യാപുരുഷനെ പോലെ നീ വെറുതെ ദുഃഖിതനായി തീരരുത്. രാമൻ ചോദിച്ചു, ഗുരു, അവിടുന്ന് പകർന്നു തന്ന ജ്ഞാനാമൃതം പാനം ചെയ്ത് ഞാൻ ഉള്ളിൽ പൂർണ്ണ തൃപ്തി അനുഭവിക്കുന്നു. പൂർണ്ണ തൃപ്തനാണെങ്കിലും ഈശ്വരസ്വരൂപനായ അങ്ങയോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, മുനിവര, ഈ മിഥ്യാപുരുഷൻ എന്ന് പറഞ്ഞത് എന്താണ്? വസ്തുവിനെ അവസ്തുവായി കാണുന്ന ഈ ജഗത്തു തന്നെയാണോ മിഥ്യാപുരുഷൻ? വസിഷ്ഠൻ പറഞ്ഞു, രാഘവ, ഞാൻ നല്ല നേരം പോക്കുള്ള ഒരു കഥ പറയാം. അത് കേട്ടാൽ മിഥ്യാപുരുഷൻ ആരെന്ന് വ്യക്തമാകും. വീരനായ രാമ, ഒരിടത്ത് മായായന്ത്രമയനായ ഒരു പുരുഷനുണ്ട്. കുട്ടിയെപ്പോലെ മൃദുവായ മൂഢബുദ്ധി, അറിവില്ലായ്മ കൊണ്ട് മാത്രം അഭിമാനി. അവൻ ഒരു ഏകാന്ത സ്ഥലത്ത് ജനിച്ചു. ആ ശൂന്യസ്ഥാനത്തു തന്നെ നിൽക്കുന്നു. ആകാശത്തിലെ പരിവേഷം പോലെ, മരുഭൂമിയിലെ കാനൽ ജലം പോലെ. അവനല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. അവൻ നിൽക്കുന്നിടത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അവൻ തന്നെ. ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ അവൻ തന്നെ. എങ്കിലും ആ ദുർമതി അത് മനസ്സിലാക്കുന്നില്ല. അവന് സങ്കല്പം ഉദയം ചെയ്തു. അവൻ നിശ്ചയിച്ചു, ഞാൻ എന്നെ ഇവിടെ ഉറപ്പിച്ചിട്ട് എനിക്കിഷ്ടമുള്ളതൊക്കെ ആദരവോടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്തിച്ച് താൻ നിൽക്കുന്ന ശൂന്യാകാശത്തെ രക്ഷിക്കാനായി വീടുണ്ടാക്കി. ഈ വീട്ടിനുള്ളിൽ ഞാൻ ആകാശത്തെ രക്ഷിച്ചു എന്നഭിമാനിച്ചു. കുറേ കാലം കഴിഞ്ഞതോടെ അവൻ്റെ ആ വീട് കത്തി നശിച്ചു. ഒരു ഋതു മാറി വരുമ്പോൾ മുൻപുണ്ടായിരുന്ന ഋതു നശിക്കുന്നത് പോലെ, കാറ്റിൽ കല്ലോലം നശിക്കുന്നത് പോലെ. അല്ലയോ ഗൃഹാകാശ, കഷ്ടം, നീ നഷ്ടമായി പോയല്ലോ. ക്ഷണം കൊണ്ട് ഇതില്ലാതായല്ലോ എന്നിങ്ങനെ ആ മിഥ്യാപുരുഷൻ ദുഃഖാർത്ഥനായി. ആ ദുർബുദ്ധി നിലവിളിച്ചു കരഞ്ഞിട്ട് ആകാശരക്ഷയ്ക്കായി കിണറുണ്ടാക്കി അതിലെ ആകാശത്തോട് ബദ്ധനായി ഭവിച്ചു. അവൻ്റെ ആ കൂപവും കാലം കൊണ്ട് നഷ്ടമായി. കൂപാകാശം നഷ്ടമായപ്പോൾ അവൻ വീണ്ടും ശോകാതുരനായി. തുടർന്ന് ഒരു കുടമുണ്ടാക്കി അതിലെ ആകാശവുമായി ബന്ധിച്ചു നിർവൃതനായി. കുംഭാകാശം കാലം കൊണ്ട് നശിച്ചപ്പോൾ വീണ്ടും ദുഃഖിതനായി. അവൻ ഏതെല്ലാം എവിടെയൊക്കെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവോ എല്ലാം നാശത്തിൽ കലാശിക്കുന്നു. കുംഭാകാശം നഷ്ടമായതോടെ വലിയൊരു കുഴിയുണ്ടാക്കി കുണ്ടാകാശപരവനായി ഭവിച്ചു. വെളിച്ചത്തിൽ ഇരുട്ടു നഷ്ടമാകുന്നത് പോലെ അവനെ ദുഃഖിപ്പിച്ചുകൊണ്ട് കാലാന്തരത്തിൽ കുണ്ടാകാശവും അപ്രത്യക്ഷമായി. തുടർന്ന് വിശാലങ്ങളായ മുറികളോടുകൂടിയ ഒരു 4 കെട്ട് പുര പണിത് അതിൽ തൽപരനായി. പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങുന്ന കാലം അതിനെയും അപഹരിച്ചു. ഉണങ്ങിയ ഇലയെ കാറ്റടിച്ചു പറത്തുന്നത് പോലെ മിഥ്യാപുരുഷൻ അതിദുഃഖാർത്ഥനായി. എങ്കിലും തൻ്റെ പ്രയത്നം ഉപേക്ഷിച്ചില്ല. 4 കെട്ട് പൊളിഞ്ഞതോടെ അവനൊരു 10 പണിത് അത് രക്ഷിക്കാൻ നോക്കി. കാറ്റ് മേഘത്തെ അടിച്ചു പറത്തും പോലെ കാലം അതിനെയും വിഴുങ്ങി. കുശൂലാകാശത്തെക്കുറിച്ചുള്ള ദുഃഖം അയാളെ വല്ലാതെ പീഡിപ്പിച്ചു. ഇങ്ങനെ വീട്, 4 കെട്ട്, കുടം, കുഴി, 10 ഇവയൊക്കെ തുടർന്ന് നിർമ്മിച്ച് നഷ്ടപ്പെട്ട് അവൻ്റെ ജീവിതം ദുഃഖമയമായി തന്നെ കഴിഞ്ഞുകൂടുന്നു. ആ കുമതി ഇന്നും ആ ശൂന്യാകാശ മധ്യത്തു തന്നെ നിൽക്കുന്നു. ശൂന്യഗൃഹമാണ് താനെന്ന് ഭ്രമിക്കുന്നു. ദുഃഖത്തിൽ നിന്നും കടുത്ത ദുഃഖത്തിലേക്ക് തന്നെ വഴുതി വീണുകൊണ്ടിരിക്കുന്നു. അവൻ വന്നും പോയുമിരിക്കുന്ന ഭ്രമങ്ങളിൽ സംഘബദ്ധനായി ക്ലേശിക്കുന്നു. രാമൻ പറഞ്ഞു, പ്രഭോ, മിഥ്യാപുരുഷ വ്യാജേന ഏതു മായാപുരുഷനെക്കുറിച്ചാണ് അങ്ങ് പ്രതിപാദിച്ചത്? അങ്ങ് ആകാശരക്ഷണം എന്ന് വിവരിച്ചത് എന്തിനെയാണ്? വസിഷ്ഠൻ പറഞ്ഞു, രാമ, ഞാൻ മായായന്ത്രമയനായ മിഥ്യാപുരുഷൻ എന്ന് വിവരിച്ചത് ശൂന്യാകാശത്തിൽ നിന്നും പൊന്തിക്കാണപ്പെടുന്ന അഹങ്കാരത്തെ തന്നെയാണെന്നറിയൂ. ബുദ്ധിമാനായ രാമ, ഏതൊരാകാശ മധ്യത്തിലാണോ ഈ ജഗത്ത് സ്ഥിതി ചെയ്യുന്നത്, അത് സൃഷ്ടിക്ക് മുൻപുള്ളതും യഥാർത്ഥത്തിൽ ഇല്ലാത്തതും
ശൂന്യവുമായ ആകാശം തന്നെയാണെന്നറിയൂ. ഒരിക്കൽ കൂടി വായിക്കാം. ബുദ്ധിമാനായ രാമ, ഏതൊരാകാശ മധ്യത്തിലാണോ ഈ ജഗത്ത് സ്ഥിതി ചെയ്യുന്നത്, അത് സൃഷ്ടിക്ക് മുൻപുള്ളതും യഥാർത്ഥത്തിൽ ഇല്ലാത്തതും ശൂന്യവുമായ ആകാശം തന്നെയാണെന്നറിയൂ. ശുദ്ധബോധസ്വരൂപമായ സത്യത്തിൽ അവ്യക്തരൂപമായ ശൂന്യാകാശത്തിൻ്റെ തോന്നലോടെയാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അഹങ്കാരം മുതൽ പിന്നെ ഇങ്ങോട്ടുള്ളതെല്ലാം ആ ശൂന്യാകാശത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന മിഥ്യാപ്രതിഭാസങ്ങളാണ്. ശൂന്യാകാശത്തിലെ ആദ്യത്തെ മിഥ്യാപുരുഷനാണ് അഹങ്കാരം. അഖണ്ഡവും നിശ്ചലവുമായ ബോധത്തിൽ നിന്നും യഥാർത്ഥമായി ശൂന്യാകാശമോ അഹങ്കാരമോ ഒന്നും ഉണ്ടാകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ശൂന്യാകാശം മുതലെല്ലാം മിഥ്യാഭ്രമങ്ങളായി വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവല്ലാത്ത ശൂന്യജടങ്ങളെ രക്ഷിക്കാനായി മാറി മാറി അഹങ്കാരം പലതരം ദേഹങ്ങൾ അംഗീകരിക്കുന്നു. ആത്മാവല്ലാത്ത ശൂന്യജടങ്ങളെ രക്ഷിക്കാനായി മാറി മാറി അഹങ്കാരം പലതരം ദേഹങ്ങൾ അംഗീകരിക്കുന്നു. അവ ഓരോന്നും നശിച്ചാലും വീണ്ടും വീണ്ടും അംഗീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. കൂപം, കുണ്ഡം, ചതുശ്ശാലം, കുംഭം, കുശൂലം ഇവയൊക്കെ ദേഹങ്ങളുടെ പ്രതീതിയിൽ ഭാവന ചെയ്തു കഴിയുന്നു. ഇവയൊക്കെ ദേഹങ്ങളുടെ പ്രതീകങ്ങളാണ്. ഈ ദേഹങ്ങളെ രക്ഷിക്കുന്നത് തൻ്റെ രക്ഷയാണെന്ന് ശൂന്യതയിൽ ഭാവന ചെയ്തു കഴിയുന്നു. ഈ ദേഹങ്ങളെ രക്ഷിക്കുന്നത് തൻ്റെ രക്ഷയാണെന്ന് ശൂന്യതയിൽ ഭാവന ചെയ്ത് കഴിയുന്നു. ഈ ഭ്രമം നിമിത്തം ദുഃഖത്തിൽ നിന്നും ദുഃഖത്തിലേക്ക് വഴുതി വീഴാനും ഇടവരുന്നു. രാമ, ഈ നിലയിൽ ഒരിക്കലും ക്ലേശിക്കാൻ ഇടയാകരുത്. ആകാശത്തെയും കവിഞ്ഞു നിൽക്കുന്ന ശുദ്ധവും സൂക്ഷ്മവും മംഗളസ്വരൂപവുമായ ബോധാത്മാവിനെ ഗ്രഹിക്കാനും രക്ഷിക്കാനും ആർക്കാണ് കഴിയുക? ചിത്തത്തിൻ്റെ ശൂന്യഭ്രമരൂപമായ ദേഹം ക്ഷയിക്കുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് കരുതി വെറുതെ ജീവികൾ ദുഃഖിക്കുന്നു. ചിത്തത്തിൻ്റെ ശൂന്യഭ്രമരൂപമായ ദേഹം ക്ഷയിക്കുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് കരുതി വെറുതെ ജീവികൾ ദുഃഖിക്കുന്നു. 318 ശ്ലോകം. ഘടാദിഷു പ്രണഷ്ടേഷു യഥാകാശോ ഹൃഖണ്ഡിതഃ തഥാ ദേഹേഷു നഷ്ടേഷു ദേഹി നിത്യമലേപകഃ. യഥാ ഘടാദിഷു പ്രണഷ്ടേഷു, എപ്രകാരമാണോ കുടം മുതലായ പാത്രങ്ങൾ നശിച്ചാലും ആകാശഃ അഖണ്ഡിതഃ, ആകാശം ഒരു മാറ്റവുമില്ലാതെ അഖണ്ഡമായി തുടരുന്നത്, തഥാ ദേഹേഷു നഷ്ടേഷു, അതുപോലെ ദേഹങ്ങൾ നശിച്ചാലും അലേപകഃ ദേഹി നിത്യഃ, അവയൊന്നുമായും പറ്റിപ്പിടിക്കാതെ നിൽക്കുന്ന ആത്മാവ് നിത്യനാണെന്നറിയേണ്ടതാണ്. എപ്രകാരമാണോ കുടം മുതലായ പാത്രങ്ങൾ നശിച്ചാലും ആകാശം ഒരു മാറ്റവുമില്ലാതെ അഖണ്ഡമായി തുടരുന്നത്, അതുപോലെ ദേഹങ്ങൾ നശിച്ചാലും അവയൊന്നുമായും പറ്റിപ്പിടിക്കാതെ നിൽക്കുന്ന ആത്മാവ് നിത്യനാണെന്നറിയേണ്ടതാണ്. ദേഹി നിത്യമലേപകഃ, ആകാശത്തെയും കവിഞ്ഞ ശൂന്യാകാശത്തിൻ്റെ തോന്നലിനു പോലും കാരണമായി വർത്തിക്കുന്ന സത്യമാണ് അഖണ്ഡബോധം. ആ സത്യത്തിലെ ആദ്യ പ്രതിഭാസമായ ശൂന്യാകാശം പോലും നിർവികാരവും അഖണ്ഡവുമാണ്. ജഗത്തായി കാണപ്പെടുന്ന എല്ലാ കാഴ്ചകളും ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും ആകാശത്തിലാണ്. എന്നിട്ടും അതിൻ്റെ നിർവികാരതയ്ക്കോ അഖണ്ഡതയ്ക്കോ ഒരു കേടും വരുന്നതായി കാണുന്നില്ല. പാത്രങ്ങളും വീടുകളും മറ്റും ഉണ്ടാകുമ്പോൾ ആകാശം ഘടാകാശം മഠാകാശം എന്നിങ്ങനെ വേർതിരിയുന്നതായി തോന്നുന്നു. പക്ഷേ യാതൊരു വേർതിരിവും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. പാത്രങ്ങളും മറ്റും ദൂരെ കൊണ്ടുപോകുമ്പോൾ അവയിൽ കൂടി ആകാശം സഞ്ചരിക്കുന്നതായി തോന്നാറുണ്ട്. പാത്രങ്ങളും മറ്റും ദൂരെ കൊണ്ടുപോകുമ്പോൾ അവയിൽ കൂടി ആകാശം സഞ്ചരിക്കുന്നതായി തോന്നാറുണ്ട്. എന്നാൽ അപ്പോഴും ആകാശത്തിനൊരു ചലനവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ജഡശൂന്യാകാശത്തിന് പോലും ഈ അഖണ്ഡതയും നിർവികാരത്വവും ഉണ്ടെങ്കിൽ അതിന് ഹേതുവായി വർത്തിക്കുന്ന അഖണ്ഡബോധത്തിൻ്റെ കഥ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അഹങ്കാരമുൾപ്പെടെ എല്ലാം വെറും ഭ്രമമാണെന്നറിഞ്ഞ് ജഡദേഹത്തിൻ്റെ നാശത്തിൽ ആത്മാവ് നശിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ദുഃഖിക്കരുതെന്നാണ് വസിഷ്ഠൻ രാമനോട് ആവശ്യപ്പെടുന്നത്. വസിഷ്ഠൻ തുടർന്നു, രാമ, ശുദ്ധബോധസ്വരൂപനായ ആത്മാവ് ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ്, സ്വയം അനുഭവരൂപമാണ്. അതുകൊണ്ട് ആകാശമെന്ന പോലെ അതൊരിക്കലും നശിക്കുന്നില്ല. വാസ്തവത്തിൽ ഒന്നും ഒരിക്കലും ഒരിടത്തും നശിക്കുന്നില്ല, നശിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല. ഒരേ ബ്രഹ്മവസ്തു വിവർത്തമായി ജഗത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വാസ്തവത്തിൽ ഒന്നും ഒരിടത്തും ഒരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, നശിക്കുന്നുമില്ല.
ഒരേ ബ്രഹ്മവസ്തു വിവർത്തമായി ജഗത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മരുഭൂമിയിലെ കാനൽ ജലം പോലെ കാരണത്തിനൊരു മാറ്റവും വരാതെ അതിലുണ്ടെന്ന് തോന്നുന്ന കാര്യഭ്രമമാണ് വിവർത്തം. വാസ്തവത്തിൽ മരുഭൂമിയിലെ കാനൽ ജലം പോലെ കാരണത്തിനൊരു മാറ്റവും വരാതെ അതിലുണ്ടെന്ന് തോന്നുന്ന കാര്യഭ്രമമാണ് വിവർത്തം. വാസ്തവത്തിൽ 319 ശ്ലോകം. സർവമേകമിദം ശാന്തം ആദിമധ്യാന്തവർജിതം ഭാവാഭാവ വിനിർമുക്തമിതി മത്വാ സുഖീ ഭവ. ഈ കാണുന്നതെല്ലാം ശാന്തവും ആദിമധ്യാന്തരഹിതവുമായ ഒരേ ഒരു അഖണ്ഡബോധം. ഭാവമോ അഭാവമോ ഒന്നും അതിലില്ല. ഇക്കാര്യം വിചാരം ചെയ്തറിഞ്ഞ് സുഖമായി കഴിയൂ. എല്ലാ ആപത്തുകൾക്കും ആസ്പദം അവിവേകമാണ്. അത് അസത്യത്തെ സത്യമെന്ന് ഭ്രമിപ്പിക്കുന്നു, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു, ജീവിതത്തെ പതിപ്പിക്കുന്നു, ദുരഭിമാനം വളർത്തുന്നു, അഹങ്കാരത്തെ പെരുക്കുന്നു. രാമ, ഈ അവിവേകത്തെ ഒഴിവാക്കി ബാക്കി നിൽക്കുന്ന ശുദ്ധബോധ അനുഭവത്തിലെത്തി പരമധന്യത അനുഭവിക്കൂ. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ മിഥ്യാപുരുഷോപാഖ്യാനം നാമ 11 സർഗഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.